തകിടിയിൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെ പ്രധാനപ്പെട്ട നാലമ്പല തീർത്ഥാടന ക്ഷേത്രങ്ങളിലൊന്നായ തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്തുള്ള മൂഴിക്കുളം എന്ന ഗ്രാമത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ഭാരതത്തിലെ 108 തിരുപ്പതികളിൽ 13 തിരുപ്പതികൾ മലയാള നാട്ടിലാണ്. അതിൽ ഒരു തിരുപ്പതിയാണ് ഈ ക്ഷേത്രം. ചതുർബാഹുക്കളോടുകൂടി ശംഖചക്ര ഗദാപത്മധാരിയായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണകായ പ്രതിഷ്ഠ തിരുമൂഴിക്കുളത്ത് ചാലക്കുടി പുഴയുടെ കിഴക്കേക്കരയിൽ ആദിശേഷൻ്റെ അവതാരമായ ശ്രീ ലക്ഷ്മണസ്വാമി രാവണപുത്രനായ മേഘനാഥനെ അഥവാ ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ പുറപ്പെടുന്ന പാവാതി സങ്കല്പത്തോടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മധ്യകേരളത്തിലെ പ്രസിദ്ധങ്ങളായ നാലമ്പല തീർത്ഥാടന ക്ഷേത്രങ്ങളിലെ മൂന്നാമത്തെ ക്ഷേത്രമാണിത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടൽ മാണിക്യ ഭരതസ്വാമി ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റു നാലമ്പല തീർത്ഥാടന ക്ഷേത്രങ്ങൾ. രാമായണ മാസമായ കർക്കിടക മാസത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. തിരുമൂഴിക്കുളം ക്ഷേത്രം ആര് എന്ന് നിർമ്മിച്ചു എന്നതിന് ചരിത്രപരമായ രേഖകളൊന്നുമില്ല. ക്ഷേത്ര നിർമ്മാണം എന്നാണ് നടന്നതെന്ന് വ്യക്തമല്ലെങ്കിലും ചേര രാജാക്കന്മാരുടെ കാലത്ത് പ്രസക്തമായിരുന്ന ഈ ക്ഷേത്രത്തിൽ 4-ാം ശതകത്തിൽ കുലശേഖരവർമ്മൻ കൊടിമരം പ്രതിഷ്ഠിച്ചതായും പിന്നെ ഭാസ്കരവർമ്മൻ്റെ കാലത്ത് ക്ഷേത്രം പുതുക്കിപ്പണിതതായും ചരിത്രത്തിൽ പറയുന്നു. 18-ാം ശതകം വരെ നിലനിന്നിരുന്ന ഐശ്വര്യവും പ്രതാപവും ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നശിച്ചുപോയിരുന്നു. ക്ഷേത്രത്തിലെ പൂജകൾ പോലും മുടങ്ങിപ്പോയ സാഹചര്യത്തിൽ ഗ്രാമീണരുടെ പ്രവർത്തന ഫലമായി നിത്യപൂജകളും ഉത്സവാഘോഷങ്ങളും പുനരാരംഭിക്കുകയും ചെയ്തു. പ്രാചീന കേരളത്തിൽ ഏറ്റവും അധികം തമിഴ് വൈഷ്ണവർ ദർശനത്തിനെത്തിയിരുന്ന ഒരു ക്ഷേത്രമാണിതെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ വച്ച് എടുത്തിരുന്ന ക്ഷേത്ര സംബന്ധമായ തീരുമാനങ്ങൾ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങൾ അംഗീകരിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിലെ ക്ഷേത്ര സംബന്ധമായ നിയമാവലിയായിരുന്നു മൂഴിക്കുളം കച്ചം. ഇത് സമസ്ത കേരളവും അംഗീകരിച്ച നിയമസംഹിതയായി പരിഗണിച്ചിരുന്നു. ചേര സാമ്രാജ്യ കാലത്തെ 4 പ്രധാന തളികളിൽ മേൽത്തളിയായി മൂഴിക്കുളം കണക്കാക്കപ്പെട്ടിരുന്നു. ദർശനത്തിന് ക്ഷേത്രത്തിലെത്തിയിരുന്ന തമിഴ് വൈഷ്ണവ ഭക്തർ ധാരാളം സ്തുതിഗീതങ്ങൾ ലക്ഷ്മണ പെരുമാളെക്കുറിച്ച് രചിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. ചരിത്രപരമായ കാഴ്ചപ്പാടിൽ ചേരരാജവംശ ആസ്ഥാനമായ മഹോദയപുരത്തിനടുത്ത്, അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂർ, സ്ഥിതി ചെയ്യുന്ന മൂഴിക്കുളത്ത് ചേരരാജാവായ കുലശേഖരവർമ്മൻ AD 14-ാം ശതകത്തിൽ സ്വർണ്ണക്കൊടിമരം സ്ഥാപിച്ചതായും തുടർന്ന് അധികാരമേറ്റ ഭാസ്കരവർമ്മൻ ക്ഷേത്രം പുനർനിർമ്മിച്ചതായും പറയപ്പെടുന്നുണ്ട്. ചേര രാജവംശകാലത്ത് നിർമ്മിക്കപ്പെട്ട അനേകം ശിലാലിഖിതങ്ങളിലും രേഖകളിലും മൂഴിക്കുളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വില്ലുമംഗലം സ്വാമിയാർ അനന്തൻകാട് അന്വേഷണ വേളയിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ട്. ആദിശങ്കരാചാര്യർ, വൈഷ്ണവ കവികളായ ശതഗോപനമ്മാൾവാർ, തിരുമൻകൈ ആൾവാർ, തിരുവുള്ളവർ തുടങ്ങിയവരും ക്ഷേത്രത്തിൽ ആരാധന നടത്തിയതായി പറയപ്പെടുന്നുണ്ട്. AD 6-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ജീവിച്ചിരുന്ന തമിഴ് ആൾവാർ കവിയായ ശതഗോപനമ്മാൾവാർ പെരിയ തിരുവായ്മൊഴി എന്ന കൃതിയിൽ തിരുമൂഴിക്കുളം തപ്പൻ്റെ മഹത്വം പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. ആധാരിക വൈഷ്ണവ ഗ്രന്ഥമായ കുലശേഖര ആൾവാറുടെ പെരുമാൾ തിരുമൊഴി എന്ന ദിവ്യ പ്രബന്ധത്തിലും തിരുമൂഴിക്കുളത്തപ്പനെക്കുറിച്ച് സ്തുതികളുണ്ട്. തിരുമൻകൈ ആൾവാർ തിരുവായ്മൊഴിയിലും ആനാനൂർ, പുറനാനൂർ, പെരിയ പുരാണം തുടങ്ങിയ സംഘകലാകൃതികളിലും തിരുമൂഴിക്കുളത്തപ്പനെ സ്തുതിക്കുന്നുണ്ട്. ആധികാരിക വൈഷ്ണവ ഗ്രന്ഥമായ കുലശേഖര ആൾവാറുടെ പെരുമാൾ മൊഴി എന്ന 4000 ദിവ്യപ്രബന്ധത്തിലെ 1553, 2061, 2674 സ്തുതികൾ തിരുമൂഴിക്കുളത്തപ്പനെ കുറിച്ചിട്ടുള്ളതാണ്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം കേൾക്കുന്നത് ഇങ്ങനെയാണ്. ദ്വാപരയുഗാന്ത്യത്തോടെ ദ്വാരക സമുദ്രത്തിൽ ആണ്ടുപോവുകയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന ശ്രീരാമ, ഭരതലക്ഷ്മണ, ശത്രുഘ്നന്മാരുടെ കൃഷ്ണശിലാ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുകയും ചെയ്തു.
ഈ വിഗ്രഹങ്ങൾ തൃപ്രയാറിനു സമീപം മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരുന്ന മുക്കുവർക്ക് ലഭിക്കുകയും അവർ വിഗ്രഹങ്ങളെ അന്നത്തെ കരപ്രമാണിയായിരുന്ന വാക്കയിൽ കൈമളിന് കാഴ്ചവെച്ചതായും പറയപ്പെടുന്നു. ദേവപ്രശ്നത്തിൽ അമാനുഷിക നിർമ്മിതമായ വിഗ്രഹങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാവുകയും പ്രശ്ന നിർദ്ദേശങ്ങളനുസരിച്ച് ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം തൃപ്രയാറിലും വരദസ്വാമിയുടെ വിഗ്രഹം ഇരിങ്ങാലക്കുടയിൽ കൂടൽമാണിക്യത്തിലും ലക്ഷ്മണസ്വാമിയുടെ വിഗ്രഹം തിരുമൂഴിക്കുളത്തും ശത്രുഘ്നസ്വാമിയുടെ വിഗ്രഹം പായമലിലും പ്രതിഷ്ഠിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. തമിഴ് വിശ്വാസമനുസരിച്ച് വനവാസക്കാലത്ത് ചതുരംഗപ്പടയോടുകൂടി ഭരതൻ ശ്രീരാമനെ കാണാൻ വന്നപ്പോൾ തങ്ങളെ വധിച്ച് അയോധ്യ എന്നേക്കുമായി കൈക്കലാക്കുവാൻ വന്നതാണെന്ന സംശയത്തോടെ ലക്ഷ്മണൻ യുദ്ധസന്നദ്ധനായി. ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ച് അയോധ്യയിൽ വന്ന് രാജ്യഭാരമേൽക്കണമെന്ന ഭരതൻ്റെ അപേക്ഷ ലക്ഷ്മണനെ പശ്ചാത്താപവിവശനാക്കി. പാപശാന്തിക്കായി പൊറയാറിൻ തീരത്ത്, ഇന്നത്തെ ചാലക്കുടിയാറിൻ്റെ തീരത്ത്, കരിത മഹർഷി മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലത്ത് തപസ്സനുഷ്ഠിക്കുകയും വിഷ്ണു സങ്കല്പത്തിൽ ഗോപുരം, മണ്ഡപം, അട്ടമ്പലം എന്നിവയോടുകൂടി ക്ഷേത്രം പണിയുകയും ചെയ്തുവെന്നും ലക്ഷ്മണനാൽ നിർമ്മിതമായ ക്ഷേത്രം ലക്ഷ്മണക്ഷേത്രമായി തീർന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. വിഷ്ണു ക്ഷേത്രമെന്ന നിലയിലാണ് ഈ ക്ഷേത്രത്തിന് 108 പാടൽപ്പറ്റ തിരുപ്പതികളിൽ സ്ഥാനമുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. തിരുമൂഴിക്കുളത്തപ്പൻ എന്നാണ് മൂർത്തിഭാവത്തെ നാമകരണം ചെയ്തിട്ടുള്ളത്. ആനമല ലിഖിതം പ്രാചീന തമിഴ് വൈഷ്ണവാലയമായാണ് മൂഴിക്കുളത്തെ വെളിപ്പെടുത്തുന്നത്. മൂഴിക്കുളം ദേശം നിബിഡ വനമായിരുന്നുവെന്നും കരിത മഹർഷി ഇവിടെ വളരെ കാലം തപസ്സു ചെയ്തു ഈ പ്രദേശത്തെ അനുഗ്രഹീതമാക്കിയെന്നും തപസ്സിൽ സംപ്രീതനായ ശ്രീ മഹാവിഷ്ണു മഹർഷിക്ക് ദർശനം നൽകുകയും കലിയുഗത്തിൽ ആത്മശാന്തിക്ക് വേണ്ടി ജനങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വേദസാര രൂപത്തിൽ ഉപദേശിച്ചരുളുകയും ചെയ്തതായും പറയപ്പെടുന്നുണ്ട്. മഹർഷിക്ക് ഉപദേശം ലഭിച്ചത് ഇവിടെ വെച്ചായിരുന്നുവെന്നും തിരുമൊഴിയുണ്ടായ കളം തിരുമൂഴിക്കളം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കാലക്രമേണ തിരുമൂഴിക്കുളമായി മാറിയെന്നും പഴമക്കാർ പറയുന്നു. മൊഴിക്ക് വേദമെന്നും കളത്തിൽ എന്നതിന് സ്ഥലമെന്ന അർത്ഥവും കൽപ്പിക്കുമ്പോൾ ഈ പേരിന് കൂടുതൽ യുക്തി തോന്നാം. വാക്കയിൽ കൈമളിൻ്റെ കൈകളിലെത്തപ്പെട്ട ലക്ഷ്മണസ്വാമിയുടെ വിഗ്രഹം പ്രശ്നവിധി പ്രകാരം മൂഴിക്കുളത്ത് പ്രതിഷ്ഠിക്കുവാൻ നിർദ്ദേശമുണ്ടാവുകയും ചെയ്തു. ലക്ഷ്മണസ്വാമി വിഷ്ണുതുല്യനായ ആദിശേഷൻ അനന്തൻ്റെ അവതാരമായതിനാൽ സർപ്പവിമുക്തമാണ് ഈ പ്രദേശമെന്നാണ് വിശ്വാസം. സർപ്പബാധയേറ്റ മരണവും ഈ പ്രദേശത്ത് കുറവാണ് എന്നാണ് പറയപ്പെടുന്നത്. തമിഴ് വിശ്വാസപ്രകാരം ചിത്രകൂടത്തിൽ ശ്രീരാമൻ്റെ സന്തത സഹചാരിയായ ലക്ഷ്മണൻ്റെ ഭാവമാണ് ഈ മൂർത്തിക്ക് എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ദ്രജിത്തിനെ വധിക്കാനായി കഠിനവ്രതമനുഷ്ഠിക്കുന്ന ലക്ഷ്മണമൂർത്തിയാണ് ക്ഷേത്രത്തിലെ ഉപാസനമൂർത്തിയെന്നും മറ്റൊരു വിശ്വാസവും നിലനിൽക്കുന്നു. ചേരഭരണകാലം എന്തുകൊണ്ടും മൂഴിക്കുളത്തിൻ്റെ സുവർണകാലഘട്ടമായി കരുതപ്പെടുന്നുണ്ട്. മലയാളക്കരയിലെ 4 തളികളുടെ മേൽത്തളി പ്രമുഖ ഗ്രാമക്ഷേത്രം, പ്രശസ്തമായ മൂഴിക്കുളം ശാല, മലയാളക്കരയാകെ പാലിച്ചിരുന്ന നിയമവ്യവസ്ഥയായ മൂഴിക്കുളം കച്ചം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിൽ പ്രാമുഖ്യം മൂഴിക്കുളത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ തിരുമൂഴിക്കുളത്തെ ലക്ഷ്മണസ്വാമിയെ മാത്രം പെരുമാൾ പദവി നൽകി ആദരിച്ചിരുന്നു. തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം 5 ഏക്കറോളം വിസ്തൃതിയുള്ളതും 4 നടയിലേക്കും ഗോപുരവാതിലോടുകൂടിയ ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ മധ്യഭാഗത്തായി വ്യാളികൾ കാവൽ നിൽക്കുന്ന വിളക്കുമാടത്തോടുകൂടിയ ബൃഹത്തായ ചുറ്റമ്പലം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നതാണ്. കിഴക്കേ നടയിലൂടെ വലിയമ്പലം കടന്ന് നാലമ്പലത്തിൽ പ്രവേശിക്കുമ്പോൾ വിസ്തൃതമായ നമസ്കാര മണ്ഡപത്തിലേക്കെത്തും. തേക്കിൻ കൊത്തുപണികൾ ചെയ്തെടുത്ത മേൽക്കൂരയിൽ കാണുന്ന അഷ്ടദിക്പാലകർ പുരാതന ദാരുശില്പകലയ്ക്ക് മകുടോദാഹരണമാണ്. നാലമ്പലമാകെ വിരിച്ച കരിങ്കൽ പാളികൾ നടുമുറ്റത്തെ പ്രൗഢി വിളിച്ചോതുന്നു. മലയാളക്കരയിൽ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ കാണുന്ന 2 നിലയിൽ ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിലാണ് ശ്രീ ലക്ഷ്മണ പെരുമാൾ സ്വാമി കുടികൊള്ളുന്നത്. വടക്കുഭാഗത്ത് അഭിഷേക തീർത്ഥം പുറത്തേക്ക് വരുന്ന ഓവ് ദേവഭൃത്യൻ താങ്ങി നിർത്തിയിരിക്കുന്നു. ഒരേ ശ്രീകോവിലിൽ തന്നെ 2 ഭാഗങ്ങളിലായി ലക്ഷ്മണസ്വാമിയെയും ശ്രീ മഹാഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഓരോ നേരം നിവേദ്യം വെക്കുവാൻ പ്രത്യേകം തിടപ്പള്ളികളുമുണ്ട്. പൂജാതി കർമ്മങ്ങൾക്ക് മാത്രമായി നാലമ്പലത്തിനകത്ത്
മണിക്കിണർ അഥവാ ശംഖതീർത്ഥമുണ്ട്. പൂർണ്ണ നദിയിലെയും മണിക്കിണറിലെയും പെരിയ കുളത്തിലെയും ജലം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു അന്തർവാഹിനി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. തെക്ക് കിഴക്ക് ഭാഗത്തായി കേരളത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത കൂത്തമ്പലങ്ങളിലൊന്നും നമുക്കിവിടെ കാണുവാനാവുന്നതാണ്. കിഴക്കോട്ട് ദർശനമായി കാണപ്പെടുന്ന ശ്രീ ലക്ഷ്മണ പെരുമാൾ സ്വാമിയുടെ പൂർണ്ണകായ പ്രതിഷ്ഠ പ്രധാന ദേവനായി ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ലക്ഷ്മണന് പുറമെ അതേ ശ്രീകോവിലിൽ തെക്കോട്ട് ദർശനമായി ദക്ഷിണാമൂർത്തി അഥവാ കൈലാസനാഥനായ ശിവഭഗവാൻ, മഹാഗണപതി എന്നീ ശൈവ സാന്നിധ്യവും ശ്രീരാമൻ, സീത, ഹനുമാൻ എന്നീ വൈഷ്ണവ സാന്നിധ്യവും ക്ഷേത്രത്തിലുണ്ട്. നാലമ്പലത്തിൽ തെക്കു പടിഞ്ഞാറായി ശാസ്താവിൻ്റെയും ഭഗവതിയുടെയും പ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രത്തിൽ നാലമ്പലത്തിന് പുറത്ത് മതിൽക്കെട്ടിനകത്ത് വടക്ക് കിഴക്ക് ദിശയിലായി ഗോശാലകൃഷ്ണന്റെ പ്രതിഷ്ഠയും ഉപദേവതകളായി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ദർശനത്തിന് ഒരു പ്രത്യേക ക്രമമുള്ളതായി പറയപ്പെടുന്നുണ്ട്. കിഴക്കേ നടയിലൂടെ അകത്ത് കടന്ന് ലക്ഷ്മണസ്വാമിയെ വണങ്ങി ഗണപതി, ദക്ഷിണാമൂർത്തി, മറ്റു ദേവതകൾ എന്നിവരെ തൊഴുത് പ്രാർത്ഥിച്ച് വീണ്ടും ലക്ഷ്മണസ്വാമിയെ വണങ്ങണം. പ്രദക്ഷിണമായി വന്ന് ശാസ്താവിനെയും ഭഗവതിയെയും തൊഴുതു പ്രാർത്ഥിക്കണം. പിന്നീട് ഗോശാലകൃഷ്ണനെ തൊഴുതു പ്രാർത്ഥിച്ച് കിഴക്കേ നടയിലെത്തി വീണ്ടും ലക്ഷ്മണസ്വാമിയെ വണങ്ങണം. ക്ഷേത്രത്തിൽ പതിവായി എതിർത്ത പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ 3 പൂജകളും അനുബന്ധമായ 3 ശ്രീബലികളും നടത്തിവരുന്നു. ക്ഷേത്രത്തിൽ പ്രധാന വിശേഷമായ തിരുവുത്സവം മേടം മാസത്തിൽ അത്തന്നാൾ കൊടിയേറി തിരുവോണം നാൾ ആറാട്ടോടെ ആഘോഷിക്കുന്നു. 6ാം ഉത്സവ ദിവസത്തെ ഉത്സവബലിയും 9ാം ഉത്സവത്തിലെ പകൽപൂരവും ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഉത്സവ ദിനങ്ങളിൽ എല്ലാ ദിവസവും കലാപരിപാടികൾ ഉണ്ടാകുമെങ്കിലും ക്ഷേത്രകലകൾക്കാണ് പ്രാധാന്യം. മകരം മാസം 3ാം തീയതി പ്രതിഷ്ഠാ ദിനമായി ആചരിച്ചു വരുന്നു. എല്ലാ മാസവും തിരുവോണ നാളിൽ നവകം പഞ്ചഗവ്യം പൂജകളോടെ തന്ത്രി അല്ലെങ്കിൽ ഇദ്ദേഹം നിയോഗിക്കുന്ന ആൾ പ്രത്യേകമായി പൂജകൾ ചെയ്തു വരുന്നു. ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രസാദമൂട്ട്, തിരുവോണമൂട്ട് ഭഗവാന്റെ ഇഷ്ടവഴിപാടാണ്. ധനുമാസം 14ാം തീയതി പറവൂർ സമൂഹമഠത്തിൽ നിന്നും നൽകിയ വസ്തുവിൻ്റെ ഇനാം എന്ന നിലയിൽ ഇവിടെ പ്രസാദമൂട്ട് നടത്തി വരുന്നുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര ഇവിടെ വിപുലമായി ആഘോഷിച്ചു വരുന്നു. വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലം 41 ദിവസം ആഘോഷിച്ചു വരുന്നു. ഭഗവാന്റെ ഇഷ്ടകലയെന്നും ദേവപ്രശ്ന വിധികളിൽ തെളിഞ്ഞിട്ടുള്ള ചാക്യാർകൂത്തും കൂടിയാട്ടവും 41 ദിവസങ്ങളിൽ നടത്തിവരുന്നു. വൃശ്ചിക ക്രമത്തിൽ കുടുംബക്കാരണവർ തലയിൽ കെട്ടുക എന്ന ചടങ്ങ് നടത്തുന്നതോടെ കൂത്തിന് തുടക്കം കുറിക്കും. 11ാം ദിവസം അത്താഴപൂജ നടക്കുമ്പോൾ മേൽശാന്തി നറുക്കിട്ടെടുക്കുന്ന കഥയാണ് ഭഗവാന്റെ ഹിതമെന്നും വിശ്വസിച്ചു വരുന്നു. തിരുമൂഴിക്കുളം ക്ഷേത്രത്തിൽ അമ്മന്നൂർ ചാക്യാർ മഠക്കാർക്കാണ് കൂത്ത് നടത്തുവാൻ അവകാശം. സന്താന സൗഭാഗ്യത്തിനായി അങ്കുലിയാങ്കം കൂത്തുവഴിപാടായി നടത്താറുണ്ട്. കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തോടെ രാമായണ മാസം ആചരിക്കുന്നു. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശന സമയത്ത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം നടത്തി അവിടുന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ഭരതസ്വാമി ക്ഷേത്രത്തിൽ വന്ന് ഉഷപൂജ തൊഴുത് മൂഴിക്കുളത്ത് ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ വെച്ച് ഉച്ചപൂജ തൊഴുത് ആയമ്മൽ ശത്രുഘ്നസ്വാമിയെ ക്ഷേത്രത്തിലെത്തി അത്താഴപൂജ തൊഴുതും നാലമ്പല ദർശനം പൂർത്തിയാക്കണമെന്നതാണ് വിശ്വാസവും ആചാരവും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന അമാനുഷിക വിഗ്രഹം പ്രതിഷ്ഠകൾ ഒരേ ദിവസം നാലമ്പലങ്ങളിലായി ദർശിക്കുവാൻ കഴിയുന്നത് വളരെ പുണ്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ഏവർക്കും തിരുമൂഴിക്കുളത്തപ്പൻ്റെ അനുഗ്രഹാശംസകൾ പ്രാപ്തമാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.